ഇനി നമുക്ക് ഒരു സോയാബീൻ്റെ കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് മുളക് പൊടി ഒന്ന് വറുക്കാം, മഞ്ഞൾപ്പൊടി ഇനി ഇതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പാനക്കാം. സോയാബീൻ ഒരു സാധാ ചോറിലേക്കുള്ള കൂട്ടാൻ തന്നെ കേട്ടോ സോയാബീൻ ഇട്ട് ഉണ്ടാക്കണത്, വേറെ എന്തിലേക്കും അല്ല. അപ്പോൾ ഇതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ഈ മസാലയൊക്കെ എന്തിനാണ് പൊടിക്കട്ടെ. മസാല ഇതിലേക്ക് പിടിക്കാൻ ഒരു ലേശം എണ്ണ തേച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്നാണ് പുരട്ടാം. അങ്ങനെ കുറച്ചാണ് പുരട്ടി അങ്ങനെ ഇരിക്കട്ടെ. ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടിൽ തന്നെ വെച്ചിട്ടുള്ളത്. അതൊന്ന് അതിലങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങ, 6 അല്ലി ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ചെറിയ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. വലിഞ്ഞിരിക്കണ സോയാബീനൊക്കെ നമുക്ക് അങ്ങോട്ട് ഇതൊഴിക്കാം. അല്ലാഹുവെ മറക്കരുത് ദുനിയാവ് മറക്കല്ലേ, സുഖലോക ജീവിതമെന്നും ശാശ്വതമെന്ന് കരുതല്ലേ. അല്ലാഹുവെ മറക്കല്ലേ ദുനിയാവ് കൊതി കാണും സൗഭാഗ്യം നാളെ വെറും ഓർമ്മകളാവും. ഇന്നത്തെ സന്തോഷം നാളെ വെറും ഓർമ്മകളാവും. അള്ളാന്റെ കാവലെല്ലാതെന്തുണ്ട് നമുക്ക് വീട്. എല്ലാം നശിക്കാൻ ഒരു നിമിഷം പോരെ, എല്ലാം നശിക്കാൻ ഒരു നിമിഷം പോരെ. അല്ലാഹുവെ മറക്കല്ലേ ദുനിയാവ് കൊതിക്കല്ലേ, സുഖലോക ജീവിതമെന്നും ശാശ്വതമെന്ന് കരുതല്ലേ. ഇക്കാണും സൗഭാഗ്യം നാളെ വെറും ഓർമ്മകളാ. അള്ളാന്റെ കാവലല്ലാതെന്തുണ്ട് നമുക്ക് വീട്. അരിപ്പൊടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഏതിൽക്കും കഴിക്കാം കേട്ടോ, കൂട്ടാട്ടോ. ഏത് ചപ്പാത്തിക്കോ ചോറിൽക്കോ എന്തിൽക്കും കഴിക്കാം.